1985 ജനിച്ചവരെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണേ. 85 മാത്രമല്ല, 84, 83, 82, 81, 80s ഉള്ള എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് കുറച്ച് നാളുകളായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി. ഞാൻ കുറേ വർഷങ്ങളായിട്ട് സ്പെക്സ് വെക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ഇടയ്ക്കായിട്ട് ബൈബിൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ബുക്കൊന്ന് നോക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കൈയൊക്കെ അകത്തി നോക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് എൻ്റെ മൊബൈൽ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് മെസ്സേജസ് വരുമ്പോൾ ഇതാ ഇങ്ങനെ അകത്തി നോക്കുന്നു, ഭയങ്കര സ്ട്രെയിൻ ചെയ്യുന്നു. അപ്പം എനിക്ക് ഒരു വല്ലാത്ത സ്ട്രെയിൻ തോന്നാൻ തുടങ്ങി. വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിൽ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോകുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഗൂഗിൾ മാപ്പിലോട്ട് നോക്കിയിട്ട് പെട്ടെന്ന് ഫോക്കസ് ചെയ്യുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ കടയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ആഗ്നസ് പറഞ്ഞു നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ടെസ്റ്റ് മാപ്പിലോട്ട് നോക്കിയിട്ട് പെട്ടെന്ന് ഫോക്കസ് ചെയ്യുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ കടയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ആഗ്നസ് പറഞ്ഞു നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ടെസ്റ്റ് ചെയ്തു എൻ്റെ കണ്ണ്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആഗ്നസ് പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കൊണ്ട് ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി സാറേ? വെള്ളെഴുത്തോ? ആർക്ക്? എനിക്കോ? അങ്ങനെ വെള്ളെഴുത്തെന്ന പവർ വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുതിയൊരു സ്പെക്സിന് ഓർഡർ കൊടുത്തു. കാരണം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ആദ്യത്തെ പ്രസ്ബയോപ്പിയ ഗ്ലാസ് എസ്എൽഓറിൻ്റെ വേർലെക്സ് XR 1.6 ട്രാൻസിഷൻ ഈസി ഡ്രൈവ് കോട്ടിംഗ് ആണ്. അതും ട്രാൻസിഷൻ്റെ Gen S. അപ്പം ഞാൻ കൂടുതലും അറിയാമല്ലോ, ഞാൻ ലെൻസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കും ഫ്രെയിമിനേക്കായാലും. എനിക്ക് ഫ്രെയിം എപ്പോഴും എൻ്റെ എവർഗ്രീൻ ഫ്രെയിം ഒരു ഫ്രെയിംലെസ് മോഡലാണ്. അപ്പോൾ ഈ പ്രാവശ്യമാണ് ഞാൻ ഇങ്ങനത്തെ ഫ്രെയിം വെച്ചത്. ഞാൻ എടുത്തിരിക്കുന്ന ഫ്രെയിം ടോമി ഹിൽഫിഗറിൻ്റെ ആണ്. ടോമി ഹിൽഫിഗറിൻ്റെ ഒരു ഫ്രെയിംലെസ്. ഇതെൻ്റെ ഫസ്റ്റ് പെയർ. പ്രോഗ്രസീവാണ്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ്. ഫീൽഡ് ഏരിയ ഉള്ള, ഫുൾ ഫീൽഡ് ഏരിയ, വൈഡ് ഏരിയ ഉള്ള പ്രോഗ്രസീവാണ്. എങ്ങനെയുണ്ട്? ഇത് ട്രാൻസിഷനാണ്. വെയിൽ തോന്നുമ്പോൾ ഡാർക്ക് ആവും, അകത്തൊരു വൈറ്റ് ആവും. ഇതിനൊരു ഈസി ഡ്രൈവ് കോട്ടിംഗ് ഉണ്ട്. എനിക്ക് പണ്ട് തൊട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഈസി ഡ്രൈവ് ആണ്, പക്ഷേ ലാസ്റ്റ് ടൈം ഉപയോഗിച്ച് ഇത് ഈസി ഡ്രൈവ് അല്ലായിരുന്നു. അപ്പം ഇത് കുറച്ചുകൂടെ കോസ്മെറ്റിക്കൽ എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പം 1980s ജനിച്ചവരൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ അകത്തി പോകുന്ന ബുദ്ധിമുട്ടോ, ബൈബിൾ വായിക്കാം, രാമായണം വായിക്കാം, ഖുർആൻ വായിക്കുമ്പോഴായിരിക്കാം, അല്ലെ എന്തെങ്കിലും ബുക്കുകൾ വായിക്കുമ്പോഴായിരിക്കാം, മൊബൈൽ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് നോക്കുമ്പോൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രസ്ബയോപ്പിലോട്ടെത്തി, വെള്ളെഴുത്തിലോട്ടെത്തി. താങ്ക് യു സോ മച്ച്.